ഈ ഡ്രാഗൺ പേടകം കടലിലേക്ക്, ആ നീലക്കടലിലേക്ക് പതിച്ച ഉടൻ തന്നെ ചുറ്റും ഈ അമേരിക്കൻ നാവികസേനയുടെ ബോട്ടുകൾ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടു ഡോൾഫിനുകൾ ഈ പേടകത്തിന് ചുറ്റും, ഇത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പേടകത്തിന് ചുറ്റും നീങ്ങുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ പ്രകൃതിയും ഈ വരവിനെ ഈ വരവേൽപ്പൊരുക്കിയതുപോലെയാണ് നമുക്ക് തോന്നിയത്, കാവ്യാത്മകമായി പറഞ്ഞു. ഏതായാലും പേടകം സുരക്ഷിതമായി തന്നെ കടലിൽ നിന്ന് കപ്പലിലേക്ക് എത്തിക്കുകയും ഓരോരുത്തരെയായി സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഓരോരുത്തരെയായും പുറത്തിറക്കുകയും നമ്മൾ കണ്ടു. മൂന്നാമതായാണ് സുനിത വില്യംസ് പുറത്തിറക്കിയത്. അങ്ങനെ ഭൂമിയെ തൊട്ടിരിക്കുകയാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് ഉറപ്പാണ്. 2-3 ആഴ്ചകൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിദഗ്ധ പരിശോധന നടത്തും എന്ന് തന്നെയാണ് നാസ അറിയിക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലേ? തീർച്ചയായും ആ രീതിയിലുള്ള ഒരു അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രാഥമിക പരിശോധനകൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുകയും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള തുടർ ചികിത്സകൾ നടക്കുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതൽ നാസയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇത്രയധികം സമയം ബഹിരാകാശത്ത് തങ്ങേണ്ടി വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം ഇവർ 8 ദിവസത്തെ യാത്രയ്ക്ക് മാത്രം തയ്യാറായി പോയതാണ്. പിന്നീടാണ് ഇത് കുറേ അധികം നാൾ നീട്ടേണ്ടി വരികയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ സുനിത വില്യംസിനടക്കം ഉണ്ടാകും എന്ന് മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകാനുള്ള ദൗത്യം ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി തന്നെ വച്ചത്. ഇങ്ങനെയുള്ള ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനോടകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എത്രയും വേഗം അവരെ റിക്കവറി ചെയ്യുക എന്നുള്ളത് കൂടി ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പുറത്തു വരുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഈ മിഷൻ പൂർണ്ണമായി തീരും എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതുകൂടി നാസയുടെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശങ്ങളിൽ പോകുന്ന സഞ്ചാരികൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അടുത്ത ദൗത്യത്തിന് വേണ്ടി തയ്യാറാകുന്നത് വരെ തങ്ങളുടെ ദൗത്യം ഉണ്ടാകും എന്നാണ് അധികൃതർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ തന്നെ നാസയുടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിക്കഴിഞ്ഞു. അവിടെ വെച്ചായിരിക്കും തുടർ ചികിത്സകൾ നൽകുക. ഓരോ ആളുടെയും ആരോഗ്യ വിവരങ്ങൾ കൃത്യമായ അപ്ഡേറ്റുകളായി നാസ ഉടൻ തന്നെ നൽകും. കാരണം ഇത്രയധികം വിവരങ്ങൾ ഒരു നിമിഷം പോലും വ്യത്യാസമില്ലാതെ എല്ലാ ദൃശ്യമികവും. സായി, ഇപ്പോൾ എലോൺ മസ്കിന്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. നാസയെയും ട്രംപിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ടാണ് മസ്ക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റാർലൈനറിൽ പോയ സുനിത വില്യംസും സംഘവും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 ടീമിനെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം നാസയെയും ട്രംപിനെയും എലോൺ മസ്ക് കളി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും ഇനി ആ അഭിനന്ദനങ്ങൾ, പുകഴ്ത്തലുകൾ, ഇതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കൽ ഒക്കെ ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മസ്കിൻ്റെയും ട്രംപിൻ്റെയും കളി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർ ഏറ്റെടുക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ദൗത്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇലോൺ മസ്ക് ട്രംപിനും മസ്കിനും നന്ദി പറയുന്ന സുനിത വില്യംസിൻ്റെ വീഡിയോ ആണ് എക്സ് ഹാൻഡിലിൽ പങ്കുവച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനിയിപ്പോൾ പുതിയ പ്രതികരണങ്ങൾ വരികയും ചെയ്യും. ഇതിനോടകം തന്നെ വൈറ്റ് ഹൗസ് അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കിക്കഴിഞ്ഞു. സ്പേസ് എക്സിനും എലോൺ മസ്കിനുമൊക്കെ നന്ദി പറയുകയും ട്രംപ് ഇതാ വാക്ക് പാലിച്ചു എന്നതടക്കമുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു. ട്രംപും സ്വാഭാവികമായും മസ്കും ആ രീതിയിൽ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വൻ ശക്തികളുടെ ശക്തി പ്രകടനം തന്നെയായിരിക്കും. തങ്ങളിതാ വളരെ സുരക്ഷിതമായി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, ബഹിരാകാശ രംഗത്തുകൂടി വിന്നിക്കൂടി പാറിക്കാൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് ഇലോൺ മസ്കിന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു ശക്തി പ്രകടനവും അഭിപ്രായ പ്രകടനവുമാണ് ഇനിയുള്ള സമയത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ബഹിരാകാശ രംഗത്ത് വലിയ നേട്ടങ്ങൾ സംഭവിച്ചു. ആ പഠനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ലോക വൻശക്തി രാഷ്ട്രങ്ങൾക്കിടയിലുള്ള മത്സരം ഒന്നുകൂടി കടുക്കുകയാണ്. ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും അതിൻ്റെ മുൻനിരയിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു എന്നതുകൂടി ഈ ദൗത്യം അവസാനിക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതൊരു ചെറിയ മാറ്റമല്ല വിനീത, അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇലോൺ മസ്കിനെ സംബന്ധിച്ചൊരു വലിയ ശക്തി അദ്ദേഹം മാറുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സൂചന കൂടി ഈ ദൗത്യം ബാക്കി വെക്കുന്നുണ്ട്. ഈ ദൗത്യം പൂർത്തിയായ ഉടൻ തന്നെ വരുന്ന പ്രതികരണങ്ങളും വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ്. നാസയും നന്ദി പറയുന്നത് ഡൊണാൾഡ് ട്രംപിനോടും ഇലോൺ മസ്കിനോടും തന്നെയാണ്. സ്വാഭാവികമായും വൈറ്റ് ഹൗസ് തങ്ങളിതാ ട്രംപ് നൽകിയ വാക്ക് പാലിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു.
ഇനി ആ പുകഴ്ത്തലുകളും ഒക്കെ ഇനിയുള്ള സമയത്ത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സുനിത വില്യംസ്, നീ ഞങ്ങളുടെ അഭിമാനമായി മാറുന്നു എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കുറിപ്പുകൾ വരുന്നത്. സഹിച്ച ത്യാഗങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ, അതിജീവനം എല്ലാം പ്രചോദിപ്പിക്കുന്നു. എ ബിഗ് സല്യൂട്ട് ടു ദി ടീം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കമന്റുകൾ.